തലപ്പാക്കട്ടി മട്ടൻ ബിരിയാണിയോ? അതായാലും മതി. പക്ഷെ അതിന് ബസ്മതി റൈസ് വേണ്ടേ? ബസ്മതി മറ്റേ റൈസാണ് വേണ്ടത്. അതെ ഗൈസ്, ഇന്ന് നമ്മളൊരു തലപ്പാക്കട്ടി ബിരിയാണി വെക്കുവാണ്. പലപ്പോഴും പല റെസിപ്പി കണ്ടു വെച്ചിട്ടുണ്ടെങ്കിലും എല്ലാം ഫ്ലോപ്പായിരുന്നു. ഇതുവരെ ഒറ്റ തവണ പോലും ആ ഒരു തലപ്പാക്കട്ടി ബിരിയാണിയുടെ ടേസ്റ്റിൽ നമുക്ക് വെക്കാൻ പറ്റിയിട്ടില്ല. ഈ വെച്ചിട്ടും ഫ്ലോപ്പ് അടിച്ചപ്പോഴും വീണ്ടും വെക്കുന്നത് എങ്ങനെയെങ്കിലും വെച്ച് എനിക്ക് അതേ ടേസ്റ്റിൽ ഒരു ബിരിയാണി ഉണ്ടാക്കും. ഒറ്റ ആഗ്രഹം കൊണ്ടാണ്. ഇതിപ്പോൾ ലുലുന്ന് വാങ്ങിച്ച പച്ചക്കറി അത്രയും പറയാനൊക്കെ ഭയങ്കര പാടാണ്. ഞാനൊന്ന് ക്യാമറയുടെ മുന്നിൽ വന്ന് നോക്കിയത്, പക്ഷെ ഒത്തില്ല. ഇത്തിരി കോൺഫിഡൻസ് കൂടുതൽ വേണം കേട്ടോ ഇങ്ങനെയൊക്കെ ചെയ്യാൻ. അതുപോലെ നമുക്ക് തൽക്കാലം ബിരിയാണി ഉണ്ടാക്കാം. ഈ തമിഴ്നാട് ബിരിയാണിക്ക് ഒരു പ്രത്യേകം ഫാൻ ബേസ് തന്നെ ഉണ്ട് കേട്ടോ. വെയിറ്റ് മെഷീൻ വെച്ചിട്ടാണ് ഞങ്ങൾ ഉള്ളി അളന്ന് മട്ടൻ ബിരിയാണിക്കകത്ത് ഇടുന്നത്. അവസ്ഥ ഇതേ ഞാൻ പറഞ്ഞില്ലേ, കറക്റ്റ് ഒരു കൈ ആയിരുന്നു ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. ഇങ്ങനെ ഒരു കൈ ഉള്ളി കണ്ടൊക്കെ. ഈ സംഭവം സത്യം പറഞ്ഞാൽ ആദ്യത്തെ ഇതിനോട് ഭയങ്കര എതിർപ്പുള്ള സാധനമായിരുന്നു. കാര്യം നമ്മുടെ ഫ്രിഡ്ജിൽ ഏറ്റവും കൂടുതൽ സ്ഥലം എടുക്കുന്ന ഒരു സാധനം ഇതാണ്. പക്ഷേ പ്രാക്ടിക്കലി ചിന്തിക്കുമ്പോൾ ഇതിന് കുറേ ഗുണങ്ങളുണ്ടെങ്കിൽ പോലും ടടങ്ങാണ്, ടാസ്ക്കാണ്. അതിൻ്റെ ഇടയ്ക്ക് വേറെ കുറേ പരിപാടി. ഈ ഫ്രിഡ്ജൊക്കെ ഒന്ന് ഓർഗനൈസ് ചെയ്യണം. അതിന് കുറേ ബോക്സൊക്കെ വാങ്ങിയിട്ടുണ്ട്. അതിൻ്റെ കാര്യമാണ് ഞാനീ പറഞ്ഞത്. മേ ബി ഒരു വലിയ ഫ്രിഡ്ജ് ആയിരുന്നെങ്കിൽ ഈ ബോക്സൊക്കെ നമുക്ക് ഈസി ആയിട്ട് വെക്കാൻ പറ്റിയാണ്. ഇതൊരു സാധാരണ ഡബിൾ ഡോർ ഫ്രിഡ്ജ് ആയതുകൊണ്ടാണെന്ന് തോന്നുന്നു നല്ല സ്പേസ് കുറവുണ്ട്. ഇത് നല്ല അടിപൊളി മാങ്ങയാണ്. പക്ഷേ ഇത് ഒരു സൈഡ് മാത്രം ഇച്ചിരി കേടായിട്ടുണ്ട്. പക്ഷേ ഇത് നമ്മുടെ ഗോമാമൻ തന്ന ചക്കുപ്പേരി പറ്റി കഴിക്കാൻ പറയാം. ധൈര്യപ്പെടാം. ഇത് മാമൻ അവിടെ പുത്തൂർ ചെന്ന സമയത്ത് നമ്മളടുത്ത് പറഞ്ഞ് ഇത് വീട്ടിലേക്കല്ല, നിങ്ങൾ എറണാകുളത്ത് കൊണ്ടുപോകാൻ വേണ്ടി തന്നേന്ന് പറഞ്ഞിട്ട് തന്ന 3 മാമ്പഴം ഉണ്ടായിരുന്നു. അതിൽ ഒരെണ്ണം ഞങ്ങൾ ഇന്ന് തിന്നു, ബാക്കി 2 ഉണ്ട്. പക്ഷെ ഇത് നല്ല അടിപൊളി മാങ്ങയാണ്. എനിക്കറിയത്തില്ല ഇതിൻ്റെ ഈ മാങ്ങാണ്ടി, ഇത്രയും ചെറിയ മാങ്ങാണ്ടി ഇത് എവിടെ നിന്ന് കിട്ടിയോ ആവും. അത് എങ്ങനെയാണോ അതിൻ്റെ സെറ്റപ്പ് എന്ന് എനിക്കറിയത്തില്ല. പക്ഷെ നല്ല അടിപൊളി മാങ്ങ കേട്ടോ. ഇത് ഈ തവണ നാട്ടിൽ പോയ സമയത്ത് വീട്ടിൽ നിന്ന് തന്ന ചക്കുപ്പേരിയാണ്. എനിക്കറിയത്തില്ല ഗൈസ്, ഇത് ഈ സാധനം ഉണ്ടല്ലോ, ഈ സാധനം ശരിക്കും പറഞ്ഞാൽ ഞാൻ നമ്മുടെ വീട്ടിൽ നിന്ന് ഉണ്ടാക്കുന്നുണ്ടെന്ന് പറയല്ല. ഇത് സാധാരണ കടയിൽ കിട്ടുന്ന ചക്കുപ്പേരി അങ്ങനത്തെ ഒരു ടേസ്റ്റ് അല്ല. ഇത് കുറച്ചും കൂടെ സോഫ്റ്റാണ്, കഴിക്കാൻ നല്ല ക്രിസ്പി ആയിട്ടിരിക്കും, നല്ല അടിപൊളി ടേസ്റ്റാണ്. പക്ഷേ ഉണ്ടല്ലോ ഇത് ഫുൾ ടൈം ഇത് തന്നെ പരിപാടി. ഇത് തന്നെ ഇരുന്ന് കയറി ഇറങ്ങി ചോറൊക്കെ കഴിച്ചിട്ട് തിരിച്ച് അടുക്കളയിൽ നിന്ന് പുറത്തോട്ട് പോകുമ്പോൾ ഇങ്ങനെ കൈ പൊതിഞ്ഞുകൊണ്ട് പോകുന്നതാണ്. അങ്ങനത്തെ ടൈപ്പ് ഒരു ചക്കപ്പേരി 2 ദിവസം കൊണ്ട് തീർന്നു. പക്ഷെ നല്ല സൂപ്പർ സാധനമാണ്. ഞാനിതൊരു ലാർജ് സ്കെയിൽ ബിസിനസ്സായിട്ട് ചെയ്യണം എന്നൊക്കെ ആഗ്രഹിച്ചായിരുന്നു. പക്ഷേ എനിക്കതെന്തോ പറ്റിയില്ല. അപ്പോൾ നമ്മുടെ തലശ്ശേരി തലപ്പാക്കട്ടി ദിണ്ടിക്കൽ തലപ്പാക്കട്ടി ബിരിയാണി ഇവിടെ ആയിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ അതുമാത്രമല്ല, ഞാനിപ്പോഴും ബാച്ചിലർ ലൈഫ് നിൽക്കുവാണ്. എനിക്കാണെങ്കിൽ ഈ ചോറൊക്കെ കലത്തോടെ കയറ്റി ഫ്രിഡ്ജിൽ വെക്കണം, അതാണ് ശീലം. പക്ഷേ ആ പരിപാടിയൊന്നും ഈ ബോക്സ് ഉണ്ടെങ്കിൽ നടക്കത്തില്ല. എന്തായാലും അത്യാവശ്യം സാധനങ്ങളൊക്കെ ഞാൻ ഈ ബോക്സിലാക്കി ഒന്ന് വെക്കട്ടെ. ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഈ ലുലു മാളിൽ നിന്ന് സാധനമൊക്കെ വാങ്ങുമ്പോൾ ചില സാധനങ്ങൾക്ക് സാധാരണ ഷോപ്പുള്ളതിനേക്കാൾ റേറ്റ് കുറവും ചിലതിന് അതിനേക്കാൾ കൂടുതലുമാണെന്ന് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. നിങ്ങൾക്ക് അങ്ങനെ തോന്നിയിട്ടുണ്ടോ? എനിക്ക് തോന്നുന്നു അതാകും നമ്മൾ എത്ര പിടിച്ചു വാങ്ങിയാലും ഒരു 4 അക്കം ബില്ല് വരാണ്ട് ലുലുവിൽ ഇറങ്ങാൻ പറ്റുമെന്ന് ഭയങ്കര പാടാണ്. അതുപോലെ എൻ്റെ ഏറ്റവും വലിയ സംശയമാണ്, വീട്ടിൽ അച്ഛനൊക്കെ വയലിൽ നിന്ന് പച്ചക്കറിയൊക്കെ കൊണ്ടുവന്നിട്ട് നെക്സ്റ്റ് ഡേ ആകുമ്പോഴത്തേക്ക് അതിനൊരു ഫ്രഷ്നെസ്സും ഉണ്ടാവില്ല. പക്ഷേ ഇവിടുത്തെ പച്ചക്കറിയും ഫ്രൂട്ട്സും ഒക്കെ കണ്ടല്ലറിയാം നല്ല ഫ്രഷായിട്ടായിരിക്കുന്നത്. ശരിക്കും ഇങ്ങനെ ഫ്രഷായിട്ടിരിക്കാൻ വേണ്ടി ഇവരെന്തെങ്കിലും ചേർത്തിട്ടാണോ അതോ ഇനി ഏതെങ്കിലും സ്റ്റോറിങ് മെക്കാനിസമോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? അറിയാവുന്നവർ കമൻറ്റ് ചെയ്യണേ. ഇനി ഇതിൻ്റെ ഇടയ്ക്ക് ബാക്കി പണി കൂടി ചെയ്യട്ടെ. അങ്ങനെ അതൊരു വഴിക്കായി. ഇനി ആ ഫ്രിഡ്ജ് ഒന്ന് ക്ലീൻ ആക്കിയിട്ട് നമുക്ക് സാധനമൊക്കെ പറക്കി വെക്കാം. കുറേ വേണ്ടാത്ത സാധനമുണ്ട്, എല്ലാം മാറ്റണം. ഇപ്പോൾ കണ്ടില്ലേ ഫ്രിഡ്ജ്? ഇതാണ് മുമ്പ് ഞാൻ പറഞ്ഞത്. ഈ ബോക്സ് വെച്ച് കഴിഞ്ഞാൽ പിന്നെ വേറെ ഒന്നും വെക്കാൻ പറ്റില്ല. ഈ സാധനം ഇത് നമുക്ക് അപ്പുറത്തെ ആൻറ്റി തന്ന തേങ്ങാപ്പത്തലാണ്. ഒരു അടിപൊളി സാധനം കേട്ടോ. എനിക്ക് അതായത് കഴിച്ചിട്ടൊന്നുമില്ല സാധനം. നമ്മുടെ നാട്ടിലൊന്നും ഇല്ല ഇത്. പക്ഷേ ഇത് രസമാണ്, ചുമ്മാ കഴിക്കാം. ഇച്ചിരി ഡ്രൈ ആണ്, പക്ഷെ കറിയൊന്നും വേണ്ട. ചുമ്മാ ഇങ്ങനെ ഇരിക്കുമ്പോൾ നമുക്ക് ഇങ്ങനെ പിച്ച് തിന്ന് കഴിക്കാൻ പറ്റും. ഇതിൻ്റെ കൂടെ നല്ല ബീഫ് കറിയൊക്കെ ഉണ്ടെങ്കിൽ നൈസായിരിക്കും. ആ തേങ്ങയുടെ ഒരു കടി ഇങ്ങനെ കിട്ടും. എനിക്കിങ്ങനെ
ഫുഡൊക്കെ ഉണ്ടാക്കുമ്പോൾ അത് ഇങ്ങനെ ചെറിയ കടി കിട്ടുന്നത് നല്ല ഇഷ്ടമാണ്. ആ ഒരു ടേസ്റ്റ് ഉണ്ട് ഇതിന്. കൊള്ളാം. രാവിലെ അതിനോട് തന്നതാ. അതുപോലെ മുമ്പേ ഞാൻ പറഞ്ഞില്ലേ മാമൻ തന്ന മാങ്ങയുടെ അതിൻ്റെ മാങ്ങാണ്ടിയത്. ഇത് നോക്കിയാണല്ലേ ചെറിയ പീസ് എന്ന് പറഞ്ഞാൽ തീരെ കനവില്ല ഇതിന്. അത്ര അടിപൊളി സാധനമാണ്. നല്ല രസമാണ് കേട്ടോ ഈ മാങ്ങ കഴിക്കാൻ വേണ്ടിയിട്ട്. പക്ഷേ ഇത് ഇപ്പം ഈ കൊണ്ടുവന്നതിൽ ഒരു സൈഡ് ഇച്ചിരി ഇങ്ങനെ കേടായിട്ടുണ്ടായിരുന്നു. പക്ഷേ അത് അത്രയും ഭാഗം നമ്മൾ കട്ട് ചെയ്ത് കളഞ്ഞു. ബാക്കി പക്ഷേ നല്ലതായിരുന്നു. പക്ഷേ അതുകൊണ്ട് ഭയങ്കര നൈസാണ്. ഇതിന് തീരെ കനവില്ല. നോക്കില്ലേ നമ്മുടെ ഒരു നഖമല്ല, കുറച്ചും കൂടെ കനമുണ്ട്. അത്രയേ കൊണ്ടുപോകുള്ളൂ. കൊള്ളാമല്ലേ? അങ്ങനെ കുറേ നേരത്തെ ബിരിയാണി വെപ്പും ഈ അടുക്കി പറക്കലും ഒക്കെ കഴിഞ്ഞ ശേഷം കഴിഞ്ഞില്ല കേട്ടോ, ഒന്ന് ചെറിയ ഗ്യാപ്പ് എടുത്തതാണ്. ഒന്ന് റെസ്റ്റ് എടുക്കാം. എൻ്റെ പെങ്ങളും ഏതാണ്ട് ഇതുപോലെ തന്നെയാണ്. 5 മിനിറ്റ് ജോലിയും 15 മിനിറ്റ് മൊബൈലിൽ ഇങ്ങനെ കളിച്ചിരിക്കും. ഈ സാറ്റർഡേ സൺഡേ ആയിരിക്കും നമ്മളുടെ ഏറ്റവും കൂടുതൽ ക്ലീനിങ് ഡേ. പക്ഷേ ഈ അടുത്ത സമയത്ത് മിക്ക സാറ്റർഡേസിൽ എനിക്ക് എന്തെങ്കിലും ജോലിയുണ്ടോ. അങ്ങനെ പണിയൊക്കെ തീർത്ത് വന്നപ്പോഴത്തേക്ക് ബിരിയാണി റെഡിയായി. അതൊരു പാത്രത്തിലേക്കൊക്കെ ഇട്ടിട്ട് അത്യാവശ്യം നല്ല മണമൊക്കെ വരുന്നുണ്ട്. പക്ഷെ സമയം 3 മണിയായി. ഇനി ഒട്ടും പിടിച്ചിരിക്കാൻ പറ്റില്ല. നല്ല വിശപ്പുണ്ട്. ഇനി ബിരിയാണി എങ്ങനെയുണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കേരളത്തിൽ നിന്ന് പോയിട്ട് തമിഴ്നാട്ടിലെത്തി. പക്ഷെ അങ്ങ് തലപ്പാക്കട്ടി വരെ എത്തിയിട്ടില്ല. പിന്നെ ഈ അടുത്തിടയ്ക്ക് കുറേ പേര് പറയുന്നത് ഞാൻ കേട്ടു, അവരെല്ലാവരും ഉച്ചയ്ക്ക് ഫുഡ് കഴിക്കുമ്പോൾ സഞ്ജു ലക്ഷ്മിയുടെ വീഡിയോ കാണുന്നതെന്ന്. അങ്ങനെ ബിരിയാണിയും കഴിച്ചു, റൂമും ക്ലീനാക്കി, കിച്ചണും ക്ലീനാക്കി. വൈകുന്നേരം ചായ ടൈമായി. പഴുക്കറായ ചക്കപ്പഴം, അതെ, അതിങ്ങനെ ഫ്രൈ ചെയ്തിട്ടുണ്ടോ എന്നാണേ. സംഭവം ഒരു വെറൈറ്റി ടേസ്റ്റ് ഉണ്ട് കേട്ടോ. നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ. വൈഫിൻ്റെ ഹെയർ കട്ടിന് വന്നതാണേ. കുറേ റീൽസിലൊക്കെ കണ്ട ഷോപ്പാണ്. കാണാൻ നല്ല രസമുള്ള ഇൻറ്റീരിയർ. ആ ഗ്യാപ്പിൽ മെൻസിൻ്റെ ഹെയർ കട്ടിന് റേറ്റ് ചോദിച്ചപ്പോൾ 400 രൂപ. ഇപ്പം ആണുങ്ങളുടെ മുടി വെട്ടാനും റേറ്റ് അത്യാവശ്യം കൂടിയിട്ടുണ്ട് മക്കളെ. പക്ഷേ ഉണ്ടല്ലോ, അവർ ഈ ഹെയർ ഇങ്ങനെ സെറ്റ് ചെയ്യുന്നത് കാണാൻ ഒരു പ്രത്യേക ഭംഗിയാണ്. നല്ല രസം കേട്ടോ ഇതിങ്ങനെ പിടിച്ചിടുന്ന കാണാൻ. അങ്ങനെ ഹെയർ കട്ടും കഴിഞ്ഞ് ഇറങ്ങിയപ്പോഴത്തേക്ക് അത്യാവശ്യം ലേറ്റായി. ഇനി വേറെ പ്രത്യേകിച്ച് പരിപാടിയൊന്നുമില്ല. നേരെ വീട്ടിലേക്ക്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ബൈ.